എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ ഐഫോൺ 16 സീരീസ് ലോഞ്ച് ആയിരിക്കുകയാണ്. വളരെ അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഐഫോൺ അവകാശപ്പെടുന്നത്. ഒരെണ്ണം അവരെടുത്ത് പറയുന്നത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. അതായത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് നേരം കിട്ടത് റെസ്യൂം ചെയ്യാം, വീണ്ടും പോസ് ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലേ. ഇത് പണ്ടത്തെ നോക്കിയ ഫോണില്ല, അതിൻ്റെ അകത്ത് ഞാൻ ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വഴിക്ക് അത് പോസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അത് ഐഫോൺ 16 സീരീസിലാണ് കൊണ്ടുവരുന്നത്. അതായത് ഐഫോൺ 13 സീരീസ് മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു മാറ്റവും ഇല്ല. അത് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ക്യാമറ ഇങ്ങൊന്ന് തിരിച്ചു വയ്ക്കും, കുറച്ച് ബോഡി ഡിസൈൻ മാറ്റും, ഇതൊക്കെ അല്ലാണ്ട് പ്രത്യക്ഷത്തിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ റിവ്യൂ, 16 സീരീസിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഐഫോൺ ഇപ്പോഴും എന്തോ വലിയ മഹാസംഭവമാണെന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-12 കൊല്ലമായിട്ടുണ്ട് ചങ്ങാതി. അതായത് ഒരു 12 കൊല്ലം മുമ്പൊക്കെ ഐഫോൺ വളരെ ചുരുക്കം പേരുടെ കയ്യിലിരിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അന്ന് നമ്മൾ ഐഫോണിനെ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് വളരെ നല്ലൊരു ശതമാനം ആൾക്കാരുടെ കയ്യിൽ ഐഫോൺ കാണാൻ സാധിക്കും. അത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിലേക്ക് ഐഫോണിൻ്റെ കുത്തൊഴുക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു ചോർ ബസാറുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൽഹി, മുംബൈ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, ഇവിടെയൊക്കെ ഇതുപോലത്തെ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ മാർക്കറ്റുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ വഴിയിലിട്ട് വിൽക്കുന്നതാണ്. വളരെ ചീപ്പ് റേറ്റിനും ഒക്കെ പല രീതികളിലും ഈ മുംബൈ ചോർ ബസാറിലൊക്കെ എത്തുന്ന സാധനങ്ങൾ ഇന്ന് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പല പേജുകളിലൂടെയും ആൾക്കാർ സെല് ചെയ്യുന്ന കാണാം, നല്ല റേറ്റ് കുറവിന് ഐഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഒരുപാട് പേരുടെ കൈകളിലേക്ക് ഈ ഐഫോൺ വരികയാണ്. വളരെ ഒരു സാധാരണപ്പെട്ട ഫോണായിട്ട് ഒരുപാട് പേര് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കൂടിയിട്ട് പലരും ഇതെന്തോ വലിയൊരു ജീവിതാഭിലാഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. കാലം മാറി, അതിൻ്റെ രീതി മാറി. ഇന്ന് സാധാരണ ഒരു ഫോണായിട്ട് ഐഫോണിന് നിങ്ങൾ കണ്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല, മേടിക്കണമെങ്കിൽ മേടിച്ചോ. പക്ഷേ അതൊരു ജീവിത അഭിലാഷമാക്കി എടുത്തുകൊണ്ട് സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയും പരിവട്ടത്തിലും ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയച്ഛനും വളരെ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾ മൂലം ആശുപത്രി ചികിത്സിക്കാൻ പോലും കാശില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ വരെ ഐഫോൺ ആണ് എൻ്റെ ലക്ഷ്യം. ജോലിയോ അല്ലെങ്കിൽ ഭാവിയിൽ പൈസ ഉണ്ടാക്കണം, അതൊന്നും ലക്ഷ്യമില്ല. ഐഫോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാത്രം പോകുന്ന ഒരു മെന്റാലിറ്റിയിലും കുറച്ച് പേര് ജീവിക്കുന്നുണ്ട്. രണ്ടാമത് പറയാൻ വന്ന കാര്യം, ഈ വീഡിയോ ഒരിക്കലും നിങ്ങളൊരു പണക്കാരനോട് റിലേറ്റ് ചെയ്യരുത്. ഇപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ വലിയൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബറാണ്. ഇവർക്കൊക്കെ എത്ര ഐഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അവരെയൊന്നും ഒന്നും ബാധിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ കാണിച്ചൊക്കെ നടക്കണമായിരിക്കും, എന്തും ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള ചില സാധാരണ യുവാക്കളെ പറ്റിയിട്ടാണ്. ഒരു വീഡിയോ കാണിച്ചു തരാം, ഏറ്റവും നല്ല ഉദാഹരണമാണ്. കഴിഞ്ഞ മാസം ആ വീഡിയോ വൈറലായപ്പോഴേക്കും അതിൻ്റെ അടിയിലുള്ള കമന്റ് ബോക്സ് കാണണമായിരുന്നു. ഞാൻ വീഡിയോ ആദ്യം കാണിച്ചു തരാം. इतने सारे पैसे लेकर आए हो तो किसने लेकर आया फोन? आईफोन खरीदने के लिए। आईफोन खरीदने के लिए क्या हो? अच्छा, ये पैसा मम्मी मम्मी दी है या आप सच बता रहे हो मंदिर से बेच के खरीदे हो? दुकान पर का है, दुकान है, दुकान का है। ये सच बोल रहा है? इसको पैसा आप दी है या आप हाँ, हम बाबू दिए। इसको पैसा आप दिए? तो ये कह रहे हैं कि मंदिर में फूल बेचते हैं, ये सच बात है? फूल पत्ती हम बेचीला भैया, ये खाली हमसे 3 दिन से खाना ना खाता हूँ। अच्छा, ये खाना नहीं खा रहे, आईफोन के लिए खाना नहीं खा रहे? नहीं, तो आप इनको आईफोन दिला रही हैं, आप खुश हैं? कितना खुश है, बाकी इतना पैसा हमके लिया के दिए, देखो इतना पैसा मम्मी को आप ला के दोगे? ठीक है, बोलो। लो भाई को आईफोन दो। लो यार, मम्मी को पसंद करे भाई फोन खरीद आईफोन। ഈ വീഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതെന്ന് മനസ്സിലായോ? അതായത് ഒരു അമ്മയും മോനും ഒരു കടയിൽ നിന്ന് ഐഫോൺ മേടിക്കുന്നതാണ്. ആ അമ്മ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് എൻ്റെ മകൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, നിരാഹാര സമരത്തിലായിരുന്നു. എന്തിനാണ്? അവനൊരു ഐഫോൺ വേണമെന്നും പറഞ്ഞ് വീട്ടിൽ ബഹളമായിരുന്നു. ഇനി അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒരു അമ്പലത്തിൻ്റെ വാതിക്കൽ പൂവിറ്റാണ് ജീവിക്കുന്നത്. പൂവിറ്റ് അത്രയും പൈസ സ്വരുക്കൂട്ടി വെക്കണമെങ്കിൽ എത്ര വർഷത്തെ സമ്പാദ്യമായിരിക്കുമല്ലോ, ചിലപ്പോൾ ഒരു 10 വർഷത്തെ അധ്വാനമായിരിക്കാം അവരുടെ. അങ്ങനെ അമ്മ ഗത്യന്തരമില്ലാണ്ട് മകന്റെ വാശിക്ക് മുമ്പിൽ തോറ്റുകൊടുത്ത് ഭക്ഷണം കഴിക്കുന്നില്ല 3 ദിവസമായിട്ടാണ്, എനിക്ക് ഐഫോൺ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ പാവപ്പെട്ട അമ്മയുണ്ടല്ലോ, അത്രയും നാൾ സ്വരുക്കൂട്ടി വെച്ച പൈസയാണ് ആ കടയിൽ കൊണ്ട് കൊടുത്ത് മകൻ ഐഫോൺ മേടിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഒന്ന് ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് കൊച്ചുകുട്ടിയാണ്. നമ്മൾ ഈ 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ കളിപ്പാട്ടത്തിന് വേണ്ടി കിടന്ന് കരയുമല്ലേ, അത് നമ്മൾ കുട്ടികളെ നമുക്കറിയത്തില്ല. പക്ഷേ ഇതാണോ? ഇതല്ല. മുതുക്കനായിട്ടുള്ളൊരു മോൻ ഐഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം അവന് സ്വന്തമായിട്ട് അധ്വാനിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നേടണ്ട. അവൻ അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുപോയിട്ട് അവൻ ഐഫോൺ ഉണ്ടാക്കണം. ഈ വീഡിയോ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുമായിരുന്നു. പലതരത്തിലുള്ള കമന്റുകൾ കാണുമായിരുന്നു. എല്ലാവരും എടുത്തു പറഞ്ഞ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ, സങ്കടം തോന്നുന്നു,
ഒരു മകൻ എന്നുള്ള രീതിയിൽ ഇവൻ പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മറ്റൊരു നല്ലൊരു മകനെ ആയിരുന്നു ഡിസർവ് ചെയ്തിരിക്കുന്നത്, ചെരുപ്പൂരി എന്ന് അടിക്കാൻ പാടില്ലേ എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അതായത് ആ മകനെ കംപ്ലീറ്റ് വിമർശിച്ചുകൊണ്ടുള്ളൊരു കമന്റ് ബോക്സും ഒരു ഭയങ്കര ചർച്ചയായിരുന്നു. എല്ലാത്തരം നാഷണൽ മീഡിയാസും ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആ പയ്യന്റെ മനസ്സ് എങ്ങനെയാണ് അവിടെ പെരുമാറിയത്, എന്തുകൊണ്ടാണ് അവന് നല്ല വേറെ ഏതെങ്കിലും ഒരു ഫോൺ, ഒരു 10,000 രൂപയ്ക്ക് നല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺ കിട്ടുമല്ലേ, പക്ഷെ മറിച്ച് ഈ ലക്ഷങ്ങൾ മുടക്കി ഒരു ഉപകാരവും ഇല്ലാത്ത, അതായത് വീഡിയോ റെക്കോർഡിംഗ് പോസ്റ്റ് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത ഈ പാട്ട സാധനം അവനെ കൊണ്ട് 3 ദിവസം നിരാഹാരം കിടന്ന് അമ്മയെ ദ്രോഹിച്ചിട്ടാണെങ്കിലും, അതായത് ഒരു 10 വർഷത്തേക്ക് സമ്പാദ്യം സ്വരുക്കൂട്ടി വെച്ച കാശ് എടുത്തിട്ടാണെങ്കിലും എനിക്കത് കിട്ടിയിരിക്കണമെന്ന് ചിന്തിപ്പിച്ചതിൻ്റെ കാരണം എന്തായിരിക്കാം, അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. വളരെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള, അതായത് അത്രത്തോളം സാമൂഹ്യ പ്രസക്തിയുള്ള പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഫോണുകൾ മേടിച്ചിരുന്നത് എപ്രകാരമായിരുന്നു, അത് നോക്കിയുടെ കാലത്താണെങ്കിലും കുറച്ച് നാൾക്ക് മുമ്പുള്ള ആൻഡ്രോയിഡ് കാലത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടായിരുന്നു അല്ലേ, എന്തൊക്കെ പുതിയ തരം ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ റാം എത്രയുണ്ട്, ഇന്റേണൽ മെമ്മറി എത്രയുണ്ട്, അതിൻ്റെ പ്രോസസ്സർ ഏതാണ്, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്, അതിൻ്റെ വിലയാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഈ വിലയ്ക്കുള്ള മൂല്യം അത് നൽകുന്നുണ്ടോ, ഇത്രയും സാധനങ്ങൾക്ക് ഇത്രയും വിലയാണോ ഉള്ളത്, അതോ ഭയങ്കര കൂടുതൽ കഴുത്തറപ്പൻ റേറ്റ് ആണോ അവർ വയ്ക്കുന്നത്, തുടങ്ങിയ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബജറ്റിലുള്ള ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ മേടിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഒരു റൈസിങ് ട്രെൻഡ് ഓഫ് ഐഫോൺ നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. അതിൻ്റെ പ്രധാന കാരണമായി മാറിയത് ഈ ഐഫോൺ എന്ന് പറയുന്ന എന്തോ സംഭവമാണെന്നുള്ള ഒരു മിഥ്യാധാരണ ഈ യുവജനങ്ങളുടെ മനസ്സിലേക്ക് പല രീതികളിലായിട്ട് കയറ്റപ്പെടുകയാണ്, കുത്തിക്കയറ്റുകയാണ്. അത് പ്രധാനമായിട്ടും പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ വലിയ പണം ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഐഫോൺ എടുത്തിട്ട് ഐഫോണിൻ്റെ ലോഗോ കാണിച്ചിട്ട് ഫോട്ടോ ഇടുക. അത് ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഒരു ഷോട്ടാണ് അതിൻ്റെ ലോഗോ കാണിച്ചിട്ട് ഇത് ഇടുക എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് അവർ തന്നെ പറയുക ഞാനൊരു ഐഫോൺ ഓൺ ചെയ്തു മക്കളെ, എൻ്റെ പൊന്നോ ഞാൻ ടോപ്പാണ്, യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് ഞാൻ ഐഫോൺ, അതായത് ഐഫോൺ മേടിക്കുന്നത് ഒരു സംഭവമാക്കിയിട്ട് ഇവരെല്ലാം കാണിക്കുന്നത് വഴി സാധാരണക്കാരായിട്ടുള്ള ഈ യുവാക്കളുടെ ഇടയിൽ, കുട്ടികൾക്കിടയിൽ ആ ഒരു മൈൻഡിലേക്ക് അത് കുത്തിവയ്ക്കപ്പെടുകയാണ് ഐഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് കുറഞ്ഞ പൈസയ്ക്ക് ഐഫോണിനെക്കാളും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ ഐഫോണിനെ കുറച്ചല്ല പറയുന്നത്, ഐഫോൺ ആകെപ്പാടുള്ള ഒരു മേന്മ എന്ന് പറയുന്നത് ക്യാമറ പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആണ്. പക്ഷേ S24 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്ക്, ഓൾമോസ്റ്റ് രണ്ടും ഈക്വൽ തന്നെയാണ്. S24 പല സാഹചര്യങ്ങളിലും ടോപ്പിൽ നിൽക്കാറുണ്ട്. ഇനി ടോപ്പ് ക്യാമറ ക്വാളിറ്റിയുള്ള ഫോൺ ഐഫോൺ ഒന്നുമല്ല, അത് പല റാങ്കിങ്ങുകളിൽ നിങ്ങൾ എടുത്ത് നോക്ക്, ചിലപ്പോൾ വിവോയുടെ ഒക്കെ ഫോൺ ആയിരിക്കും ഏറ്റവും ടോപ്പ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ക്യാമറ ബെറ്റർ എന്ന് പറയുമ്പോഴും ഏറ്റവും ടോപ്പ് ക്യാമറയൊന്നും അല്ല ഐഫോണിന്റെ. ഇവിടെയാണ് പ്രശ്നം, ദ പ്രഷർ ടു കൺഫേം, അതായത് അനുസൃതമാക്കാനുള്ള ഒരു സമ്മർദ്ദം എന്ന് പറയാം. കേവലം നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ അതിന് വേണ്ടിയിട്ടുള്ള ഫോൺ മാത്രം നമുക്ക് മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഐഫോൺ എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു ഫോൺ ഉണ്ട്, നിങ്ങൾക്കൊരു ഐഫോൺ തന്നെ ഉണ്ടെന്നിരിക്കുക, പക്ഷേ ഐഫോൺ മാറ്റിയിട്ട് പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അത് പുതിയ വെർഷനിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന അത്രയും ലക്ഷം കൊടുത്ത് വീണ്ടും മേടിക്കുന്നതൊക്കെ ഓക്കെ ഞാൻ ജീവിതത്തിൽ അടിപൊളിയാണ്, ഞാൻ ജീവിതത്തിൽ സൂപ്പറാണ്. നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ അതൊന്നും സമൂഹം നോക്കുന്നില്ല. സമൂഹം ഇത് വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും സമൂഹത്തിൽ സൂപ്പറാണ്, ഞാൻ എൻ്റെ ജീവിതം അടിപൊളിയാണ്, ഞാൻ അവൻ നോക്ക് അവൻ്റെ കയ്യിരിക്കുന്ന ഐഫോൺ 16 Pro Max എന്ത് ലൈഫല്ലേ അവൻ ജീവിക്കുന്നത്, അവൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കിയെന്നൊക്കെ തിരക്കി പോയി കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുമായിരിക്കും അല്ലേ. അതായത് ഐഫോൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് സിമ്പിൾ, ഐ ആം ഡൂയിങ് വെൽ ഇൻ മൈ ലൈഫ്, ഞാൻ ജീവിതത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് വളരെ അനാരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഭൗതിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ ഹൈറാർക്കി, അതായത് സാമൂഹ്യ ശ്രേണി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് ഐഫോൺ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുമായിരിക്കും, ശരിയാണ് സാമൂഹ്യ ശ്രേണിയുണ്ട്. എന്നാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലും ഈ ഒരു സോഷ്യൽ ഹൈറാർക്കി, അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഭൗതിക വസ്തുക്കളുടെ പേരിലുള്ള ഫോണിൻ്റെ പേരിൽ തന്നെയുള്ള സോഷ്യൽ ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരുപാട് പേര് ഒരു ലിഫ്റ്റിൽ നിന്നിട്ട് ആൻഡ്രോയിഡ് ഫോൺ കുത്തിയിരിക്കുമ്പോഴേക്കും ഒരു സാധാരണക്കാരൻ വന്നിട്ട് കീപാഡ് ഫോൺ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ ഇയാൾ എന്താ ഈ ഒരു കീപാഡ് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ വന്നേക്കാമല്ലേ. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതായത് കീപാഡ് ഫോണിൽ നിങ്ങൾ ആൻഡ്രോയിഡിലേക്ക് മാറണം. ഇപ്പോഴും കീപാഡ് ഫോണാണോ ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും തുല്യമാണ്. അതായത് ഐഫോൺകാർ പറയുന്നത് ആൻഡ്രോയിഡിനേക്കാൾ സൂപ്പർ ഐഫോൺ എന്ന് പറയുന്ന സ്റ്റാറ്റസ് സിമ്പിളാണ്. നമ്മളെന്താ വിചാരിക്കുന്നത്, കീപാഡ് ഫോണിന് പകരം ആൻഡ്രോയിഡ്. നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാർ തന്നെയാണ്. ഈ ഐഫോൺ സ്റ്റാറ്റസ് സിമ്പിളാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലൂടെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഡിബേറ്റാണ്, സാമൂഹ്യ വിഭജനം ഈ ഒരു ഐഫോണിൻ്റെ പേരിൽ.
അതായത് അവൻ്റെ കയ്യിരിക്കുന്ന ഫോൺ, അത് ആൻഡ്രോയിഡ് മറ്റേ പഴയ ഫോൺ, അവനൊന്നും കൊള്ളൂല, ഞാൻ സൂപ്പർ. ശരിക്കും ഇതൊക്കെ ശരി എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? അല്ല. നമ്മളുടെ കഴിവുകൾ എന്തെന്നോ, നമ്മൾ ആരാണെന്നോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ, നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നോ, നമ്മൾ എത്ര വരുമാനം സമ്പാദിക്കുന്നുണ്ടെന്നോ, നമ്മൾ എത്ര സന്തോഷവാനാണെന്നോ, നമ്മളുടെ ജീവിത പശ്ചാത്തലം, അതായത് നമ്മുടെ കുടുംബത്തിൽ സാഹചര്യം എന്താണെന്നോ, നമ്മളുടെ വീട്ടുകാർക്ക് ഹാപ്പി ആണെന്നോ, ഇതുമായിട്ട് ഒരു ബന്ധമില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ മറ്റേ പുതിയ ഐഫോൺ എടുക്കുമ്പോൾ അപ്പം മാറുന്നുണ്ട്, ലക്ഷങ്ങൾ മുടക്കി മാറുന്നുണ്ട്, അവൻ ലൈഫിൽ സൂപ്പർ ആയിരിക്കുമല്ലോ എന്നാണ്. ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലും നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ആരാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളും, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഷൂസ് മറ്റേ വില കൂടിയ ഷൂസ് ഇട്ടാലേ കാര്യമുള്ളൂ. ഷർട്ട് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിരിക്കണം. പാൻറ്റിൻ്റെ മക്കളെ മറ്റേ അവരുടെ വലിയ ലൂയി ഫിലിപ്പിൻ്റെ ഒക്കെ പാൻറ്റ് മേടിച്ചിട്ടില്ലെങ്കിൽ നീ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല നമ്മളുടെ ഐഡന്റിറ്റി, ഇതൊന്നുമല്ല നമ്മളെ നമ്മളാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പ്രവണതയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വശം, അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു വശം ഞാൻ ആദ്യം ആ വീഡിയോയിൽ കാണിച്ചില്ലേ, അത് തന്നെയാണ്. അതായത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മളൊരു ഐഫോൺ സ്വന്തമാക്കുക, അവൻ്റെ ജീവിത സാഹചര്യം, ആ വീഡിയോ നോക്കുക. ആ ഒരു പയ്യൻ്റെ അമ്മ പൂക്കച്ചവടം നടത്തി ജീവിക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ട് ഒക്കെ സ്ട്രഗിൾ ചെയ്തായിരിക്കും അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. ഇനി അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമായിരിക്കാം. അപ്പോൾ ആ പയ്യൻ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഈ അമ്മയൊക്കെ ഒന്ന് ബെറ്റർ ലൈഫ്, അതായത് നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കി കൊടുക്കണം, കൃത്യമായിട്ടുള്ള ഭക്ഷണവും ചികിത്സയും ഒക്കെ കൊടുക്കണം. അതുപോലെ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. ഇപ്പോൾ അമ്മയ്ക്ക് നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നൊക്കെ ആലോചിക്കാം. അതൊക്കെ നല്ല കാര്യമാണ് അല്ലേ. ആ ഒരു പൊസിഷനിലുള്ളൊരു പയ്യൻ ചിന്തിക്കുന്നത് എന്താണ്? പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഐഫോൺ മേടിക്കണം. ഇവിടെ അവൻ്റെ ഒരു മൈൻഡ് നോക്കാം. അവന് സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ സമ്പാദിക്കാനോ ഒന്നും പറ്റുന്നില്ല. എങ്കിൽ കൂടിയിട്ട് നിരാഹാരം കിടന്ന് 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല അമ്മ പറയുകയാണ്. അങ്ങനെ അവസാനം അമ്മ ഗതികെട്ട് ഐഫോൺ മേടിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ഇനി ചെറിയ ജോലികൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലി കൊണ്ട് കിട്ടിയ പൈസ എല്ലാം സ്വരുക്കൂട്ടി വയ്ക്കും. സ്വരുക്കൂട്ടി വെച്ചു നല്ല കാര്യം തന്നെ, അത് ചിലവായിരിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് വലിയ പണക്കാരെ പറ്റിയിട്ടില്ല, സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവിടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, അച്ഛനും പണിക്ക് പോയി ഒക്കെ വളരെ ഇപ്പോൾ വീടിനൊരു മേൽക്കൂര ചോർന്നൊലിക്കുന്നതായിരിക്കും. അത് നന്നാക്കാതെ ഐഫോൺ മേടിക്കാൻ പോവുകയാണ്. ഇനി മറ്റു ചിലരുണ്ട്, എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ തന്നെ ഓടിപ്പോയി EMIക്ക് എടുക്കും. അതായത് 1.5 ലക്ഷത്തിൻ്റെ ഫോൺ EMIക്ക് എടുത്ത് ആകെപ്പാടെ ട്രാപ്പിൽ പെടുന്ന അവസ്ഥകളും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ഇനി മറ്റൊരു പേര് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഐഫോണുകൾ എടുക്കും. അതിൻ്റെ അകത്തും നിങ്ങളുടെ സാമ്പത്തിക ശേഷി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പണക്കാരനെയോ അങ്ങനെ സമ്മതിക്കുന്നതല്ല. ഈ അമ്മയുടെ മോനില്ലേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഉള്ള ആൾക്കാരെ പറ്റിയിട്ടാണിത്. അപ്പോൾ ഇങ്ങനെയാണിത് യുവാക്കളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും കിഡ്നി വിറ്റിട്ടാണെങ്കിലും അങ്ങനെ ട്രോൾ തന്നെ ഉണ്ടല്ലേ. ഐഫോൺ മേടിച്ചു, എങ്ങനെ മേടിച്ചു, ഒരു കിഡ്നിയുടെ അവിടെ മറ്റേ സ്റ്റിച്ച്, അങ്ങനത്തെ ഒരുപാട് ട്രോൾ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഐഫോൺ മേടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമൂഹത്തിൽ പലരും കാലാകാലങ്ങളോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതിയുണ്ട്. ഒരുപാട് പേര് അതിൽ നിന്ന് പുറത്തിറങ്ങി. അതായത് ഐഫോൺ ഉള്ളത് മോശമാണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ്. കാരണം എല്ലാവരുടെയും കയ്യിലും ഇപ്പോൾ ഐഫോണാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് അത് ഏറ്റവും ലോക്കൽ ഫോണാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല കാര്യം തന്നെ അല്ലേ. പക്ഷേ ഇപ്പോഴും അതിൽ നിന്നും മോചനമില്ലാത്ത കുറേ പേരുണ്ട്. അവർ ചിന്തിക്കുന്നത് ഇഫ് യു ഡോണ്ട് ഓൺ ആൻ ഐഫോൺ യു ആർ നോട്ട് ദ പാർട്ട് ഓഫ് ഇൻ ക്രൗഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രീമിയം ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾ പെടില്ല, നിങ്ങൾ മറ്റെന്തോ ലോക്കൽ ആളായി എന്നൊരു മിഥ്യാധാരണയാണ്. പക്ഷേ ഇതിന്റെ റിയാലിറ്റി എന്താണ്? നിങ്ങൾ ഈ ഐഫോണിന് കൊടുക്കുന്ന ആ വില മുതലാണോ? ഒരിക്കലുമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് സാധാരണ 20,000 രൂപയുടെ ഒരു ആൻഡ്രോയിഡിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തില്ല. എന്തോരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഫോണിൽ ഇല്ലാത്തത് ആൻഡ്രോയിഡിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മലയാളി ടെക് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കാണാം. ഇത്ര ഒരു പൊട്ട ഫോണാണ് ഐഫോൺ എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറയുന്നവരുണ്ട്. ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഫഹദ് ഫാസിലിന്റെ ക്ലിപ്പില്ലേ, ഈ ഭക്ഷണമൊക്കെ എന്താണോ ഇത്ര നല്ലതെന്ന് പറയുന്നത്. അതായത് ഒരു സാധനം നല്ലതാണെന്ന് പറഞ്ഞൊരു സമൂഹം മൊത്തത്തിൽ പറയുമ്പോഴേക്കും നമുക്കത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ കളിയാക്കുമ്പോൾ, നമ്മളെ അവർ സൈബർ അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയം കാണും. എനിക്കില്ല. ഐഫോൺ എന്ന് പറയുന്നത് ഇത്രയും ലക്ഷം കൊടുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ചാണ്. ലക്ഷങ്ങൾ കയ്യിലുള്ളവൻ പലതും ചെയ്യും. അത് നോക്കിയിട്ട് മറ്റേ ആന വാവിളിക്കുന്നത് കണ്ട് അണ്ണാൻ വാവിളിക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ, അതുപോലെ ആയിപ്പോവും. നിങ്ങൾക്ക് ഒരു മുതലുമല്ല. അതിനേക്കാളും നല്ലത് 25,000 രൂപയുടെ ഫോൺ, അടിപൊളി ഫീച്ചേഴ്സുള്ള ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് പോരാ. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അത് ചെയ്യാൻ പറ്റും. ഈ 1.5 ലക്ഷം, അതായത് ഐഫോൺ 16 Pro Maxന്റെ ടോപ്പ് വേരിയൻറ്റ്, അതായത് 1 TB വേരിയൻറ്റിന് 1,80,000, അതിന് തൊട്ട് താഴെയുള്ളതിന് 1,60,000, അതായത് 512ന് 1,60,000, പിന്നെ 256 മറ്റോ 1,44,000 അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ. അതായത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് 1,84,000 ഏകദേശം അത്രയാണ് വരുന്നത്. ഇതെടുത്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആ കൊടുക്കുന്നതിൻ്റെ ഒരു
പകുതിയെങ്കിലും പോട്ടെ, ഒരു 25% മുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആകെപ്പാടെ കുറച്ച് ബെറ്റർ ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണോ ഇത്ര ലക്ഷങ്ങൾ കൊടുക്കുന്നത്? ആ പൈസ ഉണ്ടെങ്കിൽ നല്ല ടോപ്പ് ക്യാമറ നിങ്ങൾക്ക് കിട്ടുമല്ലോ, ടോപ്പ് മിറർലെസ് ക്യാമറ നിങ്ങൾക്ക് എടുക്കാമല്ലോ. എന്നിട്ട് പറയുന്നു ക്യാമറ ബെറ്റർ ആണ്. ഇനി അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി പറയാം, ഫോണുകളിൽ ഐഫോണിന്റെ ക്യാമറയൊന്നും അല്ല ഏറ്റവും ടോപ്പ് ഉള്ളത്. പലതരത്തിലുള്ള റാങ്കിങ്ങുകളുണ്ട്. ആ റാങ്കിങ്ങുകളെല്ലാം എടുത്തു നോക്കുക, അതിൻ്റെ അകത്ത് ഒന്നിലും തന്നെ ഐഫോൺ ടോപ്പ് അല്ല. അതും ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ചിലപ്പോൾ നമ്മൾ ചില ഗാഡ്ജറ്റ്സുകൾ മേടിക്കും, വില കൂടുതലായിരിക്കും, കൊടുക്കുന്ന പൈസയ്ക്ക് മുതലിലായിരിക്കും, പക്ഷെ നമ്മുടെ ജോലിയായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ. ഇപ്പോൾ ഐഫോൺ ക്യാമറ ബെറ്റർ ആണ്, അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോഗ്രാഫർ ആണെങ്കിൽ, നിങ്ങൾ മറ്റേ പക്ക ഒരു വീഡിയോഗ്രാഫർ ആണ്, ഒരു വ്ളോഗർ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനർത്ഥം ഐഫോൺ കൊണ്ട് മാത്രമല്ല വ്ളോഗ് ചെയ്യാൻ പറ്റുന്നതെന്നും അല്ല. S24 അൾട്രയുടെ വീഡിയോയിലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഫോണിൽ എടുത്ത ഫുട്ടേജും എല്ലാം ഒരുപോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഐഫോണിനെക്കാളും ടോപ്പ് വീഡിയോ പെർഫോമൻസും ഫോട്ടോ ക്ലാരിറ്റിയും തരുന്ന ഫോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഒരു വ്ളോഗർ അവൻ്റെ വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു ഐഫോൺ എടുത്തതെങ്കിൽ അത് അവൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ മറ്റൊരു രീതിയിലൂടെ തന്നെ ആയിരിക്കണം നോക്കിക്കാണേണ്ടത്. അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫർ, ഒരു വീഡിയോ മേക്കർ, കല്യാണ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നവർ, അവരുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാകാം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞാൻ പറഞ്ഞത് ഒരാവശ്യവുമില്ലാതെ ഈ സാധനം മറ്റേ കിഡ്നി വിറ്റിട്ട് ഈ സാധനം മേടിക്കുന്നവരെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഐഫോൺ മേടിക്കേണ്ടെന്നോ, നിങ്ങൾ ഐഫോൺ മേടിക്കുന്നത് മോശമാണെന്നോ ഒരിക്കലുമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മുകളിലുള്ള ഒരു കൾച്ചറൽ പ്രഷർ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യപരമായിട്ട് നിങ്ങളെ അത് മേടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ കാര്യങ്ങളുണ്ട്. മറ്റ് വളരെ നല്ല ഫോൺസും നല്ല അഫോർഡബിൾ റേറ്റിലുള്ളപ്പോഴേക്കും ഐഫോൺ തന്നെ മേടിപ്പിക്കണം എന്ന് പറയുന്ന ഈ ഭൗതിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി, അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അതിലേക്ക് നിങ്ങളും വീണ് പോയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളത് മേടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കൾച്ചറൽ പ്രഷർ, അതായത് ഈ ഒരു സാമൂഹ്യപരമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രഷറുണ്ട്, ഐഫോൺ തന്നെ മേടിക്കില്ലെങ്കിൽ എന്തോ മോശമാണ് എന്ന് പറയുന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരിക്കലും മേടിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് പുറത്തു വന്ന് മേടിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. ഒന്നോർക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ സാമ്പത്തികമാണ്. നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ്, അത് റെഡിയാക്കാൻ പോകാതെ നിങ്ങൾ ഈ 1,80,000 രൂപയുടെ ഐഫോൺ മേടിക്കാൻ പോകുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രശ്നമുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങളുടെ കിഡ്നി വിറ്റും ഐഫോൺ മേടിക്കണമെന്ന് പറയുന്നത്, ആ വീഡിയോയിൽ കണ്ട പോലെ അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എടുത്താലും വേണ്ടിയില്ല, ഞാൻ 3 ദിവസം നിരാഹാരം കിടന്ന് അത് മേടിപ്പിക്കും എന്ന് പറയുന്ന ഒരു ചിന്താഗതി എന്താണ്? അതായത് നമ്മളുടെ സാമ്പത്തിക അവസ്ഥ നോക്കണം. നമുക്ക് എന്താണ് ജോലി? ഒരു EMI എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അത് തിരിച്ചടയ്ക്കാതെ അച്ഛൻ്റെ തലയിൽ കെട്ടി കൊടുക്കുന്ന ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാം. അത് ഫോണുണ്ട്, അതുപോലെ തന്നെ ബൈക്കുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യം കൂടെ അവിടെ നോക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവുമല്ല. അത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ ക്വാളിറ്റീസാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് കോടികൾ ഉണ്ടാക്കുന്നവൻ്റെ കയ്യിൽ പോലും ചിലപ്പോൾ സാധാരണ ഒരു ഫോണായിരിക്കും ഇരിക്കുന്നതല്ല. പക്ഷേ ഒട്ടും പൈസ ഇല്ലാത്ത അച്ഛൻ്റെ തലയിൽ EMI കെട്ടി വെച്ച് കൊടുത്തവൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോണും ആയിരിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണല്ല നമ്മൾ ആരാന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ ഭാഗമാകാതിരിക്കുക. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം ഇവർ അറിയാതെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഐഫോൺ മാറുന്നവർ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പഴയത് കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട്, അതായത് 1 വർഷം പോലും ആ ഒരു ഫോൺ അവർ ഉപയോഗിക്കത്തില്ല, അടുത്ത മോഡൽ എടുക്കുകയാണല്ലേ. ഇത് പല മാർക്കറ്റുകളിൽ ചെല്ലും, പലരുടെയും കൂടെ കൈ മറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് അവിടെ പോകും. അങ്ങനെയാണ് പലരും സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിലേക്ക് ഐഫോൺ ഇത്രത്തോളം കുത്തി ഒഴുകിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് പേരുടെ കയ്യിലേക്ക് ഈ ഫോൺ വരികയും പ്രീമിയം സ്റ്റാറ്റസ് പോവുകയും ഇന്ന് ഐഫോൺ കയ്യിലുള്ളത് എന്തോ ലോക്കലാണോ ചിന്തിക്കുന്ന ട്രോളുകൾ കാണാറില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നല്ല, കളിയാക്കുന്ന ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ മാറിയത് ഇതുകൊണ്ടാണ്. ഈ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുമെങ്കിലും ഐഫോൺ അങ്ങനെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണാറില്ല അല്ലേ. അതായത് വീണ്ടും അത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ റിപ്പയർ ചെയ്തൊക്കെ വന്ന് പലരുടെയും കയ്യിലെത്തിയാണ്, എല്ലാവരുടെയും കയ്യിൽ നിറച്ച ഐഫോൺ വന്ന് അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു പ്രീമിയം ക്വാളിറ്റി കുറയുന്നു. OnePlusനും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ OnePlus 8 Pro പണ്ട് എടുത്തിട്ടുള്ളതായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഒരു പ്രീമിയം ഫോണായിരുന്നു OnePlus. പിന്നെ അവരുടെ ക്വാളിറ്റി അവർ ഡ്രോപ്പ് ചെയ്തു. അവരുടെ ക്യാമറ ക്വാളിറ്റിയൊക്കെ മൊത്തത്തിൽ പോയി. 9ഉം 10ഒക്കെ വളരെ ഫ്ലോപ്പായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു 11 ഇരിപ്പുണ്ട്. 11ൻ്റെ ക്യാമറയൊക്കെ വളരെ ഫ്ലോപ്പ്. ഇനി ഒരിക്കലും OnePlusലേക്ക് ഞാൻ തിരികെ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറ വേണം. കാരണം നമ്മൾ പോകുമ്പോൾ വ്ളോഗും ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ക്യാമറയാണ് നമ്മളുടെ മെയിൻ ആവശ്യം എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റ് കിട്ടുന്നു, അത് ഞാൻ എടുക്കുക. അപ്പോൾ പർപ്പസ് നോക്കിയിട്ട് സാധനം എടുക്കുക. നിങ്ങളുടെ സാമ്പത്തികം നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കുക. ഒരിക്കലും ആ സോഷ്യൽ ഹൈറാർക്കിയുടെ ഭാഗമാകാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ പലരും വീട്ടിലൊക്കെ പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, എൻ്റെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ പോരാ,
മറ്റേ എനിക്ക് ഐഫോൺ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഐഫോൺ മേടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഐഫോണൊന്നും വേണ്ട. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് സ്മാർട്ട് ഫോണിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സാംസങ് J5 ഫോണിലാണ്. പണ്ടത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം സാംസങ് J5 എന്ന് പറയുന്ന ഒരു മോഡൽ വെച്ചായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എടുത്ത് കുറച്ച് പൈസ വന്നപ്പോഴേക്കും ഞാൻ ഒരു ക്യാമറ മേടിച്ചു. അങ്ങനെ ആ ക്യാമറ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് വീണ്ടും പൈസയൊക്കെ വന്നപ്പോൾ ഫോണ് മേടിക്കാൻ തുടങ്ങി, വീണ്ടും വേറെ ക്യാമറ മേടിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാം തുടങ്ങിയത് 0 നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വെച്ച് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അതിൽ നിന്ന് കുറച്ച് വരുമാനമാകുമ്പോഴേക്കും അതുകൊണ്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ തുടക്കത്തിലെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ചാനൽ തുടങ്ങാൻ നിൽക്കുവാണെങ്കിൽ വലിയ തിരിച്ചടികളായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അച്ഛനമ്മമാരോടാണ് പറയാനുള്ളത്, മക്കൾക്ക് ചാനൽ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിക്കോട്ടെ. നിങ്ങളുടെ കുട്ടികളെ പഠിത്തത്തെ ബാധിക്കാതെ സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അതിന് ഐഫോൺ വേണമെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. അതിലൊന്നും വീഴാതിരിക്കുക. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കാനുള്ളത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതായത് ഐഫോൺ എന്നുള്ളത് ഒരു ജീവിത വിജയത്തിൻ്റെ അടയാളമാണോ? ഐഫോൺ കയ്യിലുണ്ടെങ്കിൽ അവൻ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ജീവിത വിജയം കൈവരിച്ച ഒരു വ്യക്തി എന്നതിന് അർത്ഥമുണ്ടോ? അതോ അത് വെറും മിഥ്യാധാരണ, ഒരു മൂഢസ്വർഗം മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.